ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റിനെ കൊണ്ട് തന്നെ കൺഫ്യൂസ്ഡ് അടിച്ചിരിക്കുമ്പോഴാണ് ദേ മാർക്കറ്റിൽ പുതിയൊരാൾ പറഞ്ഞു വന്നത് പേർപ്പിൾ ടൂത്ത് പേസ്റ്റിനെ കുറിച്ച് തന്നെയാണ്. നിങ്ങളൊരു ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയി ഒരു പ്രൊഫഷണൽ ടൂത്ത് ബ്ലീച്ചിങ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. ഈ പ്രൊഡക്ട്സ് എല്ലാം തന്നെ നമ്മുടെ ടൂത്തിൻ്റെ ഔട്ടർ ലെയേഴ്സായ ഇനാമലിനെയും ഡെൻറ്റിനെയും ഒക്കെ പെനട്രേറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ള ഓർഗാനിക് സ്റ്റെയിൻ മോളിക്യൂൾസിനെ ഡിസോൾവ് ചെയ്തിട്ടാണ് ഈ യെല്ലോ സ്റ്റെയിൻസിനെ കളയുന്നത്. അപ്പോൾ നമ്മുടെ പേർപ്പിൾ ടൂത്ത് പേസ്റ്റ് എന്താണ് ചെയ്യുന്നത്? പണ്ട് സ്കൂളിലൊക്കെ പഠിച്ച ഈ കളർ വീൽ ഓർമ്മയുണ്ടോ? ഒന്ന് നോക്കിക്കേ. ഈ യെല്ലോ കളറിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ട് വരുന്ന ഒരു കളറാണ് പേർപ്പിൾ. അപ്പോൾ ഇതിന് രണ്ടിനെയും കൂടി നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ അത് ഐദർ ന്യൂട്രലൈസ് ചെയ്യും അല്ലെങ്കിൽ അതിനെ ഡിസോൾവ് ചെയ്ത് കളയും. അങ്ങനെയാണ് ഈ ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ പോലെ നമുക്ക് വൈറ്റ് കളർ വരുന്നത്. ഇനിയും മനസ്സിലായില്ലേ? എന്നാൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു കാര്യം പറഞ്ഞുതരാം. വെള്ള തുണിയൊക്കെ മുഷിയുമ്പോൾ ഉജാല മുക്കാറില്ലേ? സെയിം കാര്യമാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ബ്രൈറ്റർ സ്മൈൽ വേണം എന്നുള്ള അവസരങ്ങളിൽ, ലൈക്ക് ഒരു ഫോട്ടോഷൂട്ട് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനുണ്ട്, അങ്ങനെയൊക്കെയുള്ള കേസസിൽ ഇതൊരു നല്ല ഫ്രണ്ടായിരിക്കും നിങ്ങൾക്ക്. പക്ഷേ ഇതൊരിക്കലും ഒരു ഡെൻറ്റൽ ക്ലീനിങ് ആൻഡ് പോളിഷിംഗ് സിസ്റ്റത്തിനോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ടൂത്ത് ബ്ലീച്ചിങ് സിസ്റ്റത്തിൻ്റെ ഓൾട്ടർനേറ്റീവ് അല്ല. കാരണം ഇതൊരു പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല. നിങ്ങൾ അടുത്ത ഭക്ഷണം കഴിക്കുന്നവരെ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്വിഷ് ആൻഡ് സ്പിറ്റ് ചെയ്യുന്നവരെ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് നിൽക്കുള്ളൂ.